ഗുഡ് ഈവനിങ്. ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡായിരിക്കുന്ന ട്രെൻഡിങ് സെക്ടേഴ്സിനെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. സ്മാർട്ട് കാൻഡിൽസ് നിന്നും റിയാസാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ FII-DI ആക്ടിവിറ്റി ഡാറ്റ അവൈലബിൾ ആണ്. DI ഇന്ന് 605 കോടിയുടെ ബൈങ് നടത്തിയപ്പോൾ FII 1256 കോടിയുടെ ബൈങ് ആണിന്ന്. അപ്പം FII-യും DI-യും രണ്ടുപേരും ബൈങ് സൈഡിലാണ്. NSE-യിലുള്ള അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ NSE-യിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള 1230 കമ്പനി പോസിറ്റീവ് ഗെയിൻ രേഖപ്പെടുത്തിയപ്പോൾ 1251 കമ്പനി ലോസ് രേഖപ്പെടുത്തി. ഇനി നിഫ്റ്റി 50-യിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രീറാം ഫൈനാൻസ് ആണ്. അതുപോലെ തന്നെ ബജാജ് ഫൈനാൻസ്, വിപ്രോ, HCL ടെക്, ഇൻഫോസിസ്, IT സെക്ടറൊക്കെ നമുക്ക് കാണാം. IT സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറൊക്കെയാണ് നിഫ്റ്റി 50-ൽ ഇന്ന് കൂടുതൽ ഗെയിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതി എയർടെൽ ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തി നിഫ്റ്റി 50-ൽ 1.49%, അദാനി പോർട്ട് 1.49%, HDFC ലൈഫ്, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നിഫ്റ്റി 500-ൽ ഏറ്റവും അധികം ഗെയിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് റൈമണ്ട്, അതുപോലെ തന്നെ നിപ്പോണൊക്കെയാണ്. നമുക്കിവിടെ കാണാം റൈമണ്ട് 11.65% ഗെയിൻ രേഖപ്പെടുത്തിയപ്പോൾ നിപ്പോൺ 9.71%, ഒറോക്ക് എഞ്ചിനീയർ 9.44%. അതുപോലെ തന്നെ നിഫ്റ്റി 500-ൽ ഏറ്റവും അധികം ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിയറ്റ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, ഇന്നലെ നന്നായി പെർഫോം ചെയ്ത ഒരു കമ്പനിയാണ്. പിന്നെ BIP ഇൻഡസ്ട്രീസ് 4.75%, CE ഇൻഫോസിസ്റ്റം 4.84% ഇടിവ് രേഖപ്പെടുത്തി. ജസ്റ്റ് ഡയൽ, റൂട്ട്, ഇതൊക്കെ HEG ഇതൊക്കെ നല്ലൊരു ലോസ് ഇന്ന് രേഖപ്പെടുത്തി, നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനിടയായി. നമുക്ക് ഇന്ന് നിഫ്റ്റി 50-യുടെ ചാർട്ട് പരിശോധിച്ച് നോക്കാം. ഇന്ന് മാർക്കറ്റിൽ പൊതുവെ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു. കാര്യമായിട്ടുള്ള വലിയൊരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നിഫ്റ്റി 50 ലാർജ് ക്യാപ് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് സ്ലൈറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സോടുള്ള ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, -0.4. വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റിയില്ല. അത് നമുക്ക് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് നിലനിൽക്കുന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. ഇനി നമുക്ക് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് റാലി തുടരുകയാണ്. ഇന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്, 0.3%. നമുക്ക് അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത കണ്ടിരുന്നെങ്കിലും അവസാനം 0.3% കൂടി ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഓൾ ടൈം ഹൈയിലേക്ക് ഇത് നീങ്ങുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് വോളറ്റൈൽ ഇൻഡെക്സ് 2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു വോളറ്റാലിറ്റി ഒന്നും മാർക്കറ്റിൽ കാണുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി സെക്ടോറൽ ഇൻഡെക്സ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് 0.3% പോസിറ്റീവ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി IT ഇത് പെർഫോമിംഗ് സെക്ടറാണ്. ഇപ്പം കണ്ടില്ലേ, വളരെയധികം പോസിറ്റീവായി ഇത് മുന്നോട്ട് പോവാണ് നിഫ്റ്റി IT. അതുപോലെ ഫാർമ സെക്ടർ നോക്കുകയാണെങ്കിൽ ഇന്ന് 0.08 ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ്സ് ഒന്നും കണ്ടില്ലെങ്കിലും അതിന്റെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഓൾറെഡി നെഗറ്റീവിലുള്ള ഒരു സെക്ടറാണ്. അത് ജസ്റ്റ് ഒന്ന് കയറി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത് തുടരാൻ പറ്റിയിട്ടില്ല. നിഫ്റ്റി ITയെ പോലെ തന്നെ ഫാർമയിലും ഞാൻ അത്രമാത്രം ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞത്. ഇത് കയറി പോകാൻ തന്നെയാണ് സാധ്യത. അതേപോലെ തന്നെ FMCG ഇന്ന് 0.1% ഗെയിൻ ആണ് രേഖപ്പെടുത്തിയത്, വളരെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. നമുക്ക് കാണാൻ പറ്റും സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ബിയറിഷ് പാറ്റേൺ ആണ്. ഇപ്പോഴും ഇവിടെ 200 EMA താഴെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ 10 EMA 20 EMA ഒക്കെ താഴെയാണ് ഇപ്പം ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇത് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ബിയറിഷ് സെക്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓട്ടോ സെക്ടർ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇത് ഈ ഒരു ഏരിയ ചെയ്യണം. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്ത് ഒരു പോസിറ്റീവ് കാൻഡിൽസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് മൊമെന്റം തിരിച്ചു കിട്ടിയെന്ന് കരുതാം. ഇപ്പോഴും സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു മൊമെന്റം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതേപോലെ തന്നെ റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നല്ലൊരു ബുള്ളിഷ്നെസ് തന്നെയാണ്. കണ്ടില്ലേ, ഈ ഒരു ഏരിയ ക്രോസ് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഒരു നല്ലൊരു കാൻഡിലാണ് ഇന്ന് 1.4% പോസിറ്റീവ് കാൻഡിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. റിയാലിറ്റി നല്ലൊരു മൊമെന്റം കാണിക്കുന്നുണ്ട് ഇപ്പം നിയർ ടൈമിൽ. അതേപോലെ ഒരു മൊമെന്റം കാണിക്കുന്ന ഒരു സെക്ടറാണ് നിഫ്റ്റി മെറ്റലിൽ ഒരു കറക്ഷൻ നമുക്ക് ഇവിടെ കാണാം. ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് റിവേഴ്സലാണ്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ഇത് ട്രെൻഡിങ്ങിൽ വരണമെങ്കിൽ ഈ ഏരിയ ക്രോസ് ചെയ്യണം. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഒരു ഹൈ ആണ്. ഈ ഹൈ ക്രോസ് ചെയ്തിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി മെറ്റലിൽ മൊമെന്റം ഉണ്ടെന്ന് കരുതാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു കൺസോൾട്ടേഷനും സാധ്യതയുണ്ട്. നമുക്ക് നല്ലൊരു പോസിറ്റീവ്നെസ് ഇപ്പോഴും നിഫ്റ്റി മെറ്റലിൽ വന്നിട്ടില്ല. എന്നാലോ കുറച്ച് ദിവസം നവംബർ 21 മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്മോൾ ക്യാപ്പിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു നവംബർ 20-21 കണ്ട ഈ ഒരു ഏരിയയിൽ നിന്ന്
ആ ദിവസം മുതൽ അപ്പ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ഷാർപ്പ് റാലി നമുക്ക് മുന്നോട്ട് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗോൾഡ് ഇപ്പോൾ രണ്ടാമത്തെ ദിവസവും 0.3% അപ്പ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ നൽകുന്നുള്ളത്. ഡൗ ജോൺസ് ഇന്നലെ US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് നെഗറ്റീവ് സെന്റിമെന്റ്സിലായിരുന്നു. 0.5% ലോസ് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ നാസ്ഡാക്ക് IT സെക്ടർ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 0.8% ലോസ് രേഖപ്പെടുത്തി. ഇനി തമ്പനെയിൽ കാണിച്ചതുപോലെ ട്രെൻഡിങ് സെക്ടർ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊരു സ്റ്റോക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഏത് സെക്ടറിൽ നിന്ന് അറിയണം അല്ലെ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റോക്ക് പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ സെക്ടറും കൂടി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റോക്കിന് വിജയിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അല്ല സെക്ടർ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ സെക്ടറിലെ എല്ലാ സ്റ്റോക്കും പെർഫോം ചെയ്യുന്ന യാതൊരു ഉറപ്പുമില്ല. എങ്കിലും നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട സ്റ്റോക്കാണ് നല്ല പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ട്രെൻഡിങ്ങിലുള്ള സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആ സ്റ്റോക്ക് ഇപ്പം നമ്മൾ 5-6 സ്റ്റോക്ക്, നമ്മൾക്ക് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. കുറച്ച് സ്റ്റോക്കൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിന്റെ സെക്ടറും കൂടി ട്രെൻഡിങ്ങിലാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ സെക്ടർ ട്രെൻഡിങ്ങിലാണെങ്കിൽ ആ സ്റ്റോക്കിൽ വിജയിക്കാനുള്ള നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ആവാനുള്ള പ്രോബിലിറ്റി വളരെ അധികമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ട്രെൻഡിങ് സെക്ടർ നോക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട സെക്ടറും ഞാൻ ഇപ്പം കവർ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും IT സെക്ടർ ഇപ്പം ട്രെൻഡിങ് ആണ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതിന്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഇപ്പം നല്ലൊരു ചാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എപ്പോഴും ട്രെൻഡിങ് സെക്ടറിൽ നമുക്ക് മൂവിംഗ് ആവറേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് അറിയാം, കൂടുതൽ വരകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ മൂവിംഗ് ആവറേജ് നോക്കുക, ഈ ലൈൻസ് ഒക്കെ മൂവിംഗ് ആവറേജ് ആണ്, എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. ഈ ഗ്രീൻ കളർ നമുക്ക് കാണാൻ പറ്റുന്നത്, പിന്നെ ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രീൻ കളർ, അതുപോലെ റെഡ് കളർ, ബ്ലൂ കളർ ആൻഡ് ഓറഞ്ച് കളർ. ഇത് ആദ്യം കാണുന്ന ഈ ഗ്രീൻ കളർ 10 EMA ആണ്. അതിനുശേഷം റെഡ് കാണുന്നത് 20 EMA ആണ്. ഈ ബ്ലൂ 50 EMA ആണ്. അതേപോലെ തന്നെ ഈ ഓറഞ്ച് കളർ 200 EMA ആണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും ഇതുപോലെ ഇരിക്കുന്ന ഒരു ചാർട്ടാണ് പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവുക. കാരണം എപ്പോഴും ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് ഒരു പോസിറ്റീവ്നെസ് വന്നതിന് ശേഷം 10 EMA സപ്പോർട്ട് എടുക്കുന്നത് കാണാം. മാക്സിമം പോയി കഴിഞ്ഞാൽ 20 EMA സപ്പോർട്ട് എടുക്കും. ഇത് ഇവിടെ കയറി ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ വീണ്ടും 10 EMA സപ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ 20 EMA സപ്പോർട്ട് എടുത്തിട്ടോ അതിന്റെ കണ്ടിന്യൂഷൻ തുടരുന്നതായിരിക്കും. ഏതൊരു ചാർട്ട് പാറ്റേൺ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പെട്ടെന്ന് ഇപ്പം ഇത് ഒരു ട്രെൻഡിങ്ങിലേക്ക് വന്നു. ഇത് കുറച്ച് നാൾ തുടർന്നതിന് ശേഷം മാത്രമേ റിവേഴ്സിൽ വരും. അപ്പം നമ്മൾക്ക് ഈ ഒരു സെക്ടറിൽ ഇപ്പം ബുള്ളിഷ്നെസ് ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കിയത് റിയാലിറ്റി ആയിരുന്നു. റിയാലിറ്റിയിൽ ഇവിടെ ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അതിന്റെ റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. ഇതിനപ്പുറം കിടക്കുന്നതാണ്. ഈ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും ക്രോസ് ചെയ്യും നമ്മൾ നോക്കണം. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനും സാധ്യതയുണ്ട്, അല്ലാതെ ഇത് ക്രോസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾക്ക് ഇപ്പം വളരെ ഷോർട്ട് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ് സെക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റിയാലിറ്റിയാണ്. അതേപോലെ തന്നെ IT ഓൾറെഡി പറഞ്ഞു. ഓട്ടോ സെക്ടറിൽ ഇതുവരെ ട്രെൻഡിങ് ആയിട്ടില്ല. ഇതൊരു മിക്സഡ് ട്രെൻഡിലൂടെയാണ് പോകുന്നത്. അതായത് ഒരു കൺസോൾട്ടേഷൻ ആണ്. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് അവിടെ നല്ലൊരു പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ ഈ സെക്ടറിലുള്ള പല സ്റ്റോക്കും പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മെറ്റൽ സെക്ടർ ആയിട്ടില്ല, ഇപ്പോഴും അതൊരു കൺസോൾട്ടേഷനിലാണെന്ന് പറയാം. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മെറ്റലൊക്കെ പൊതുവെ അത്രമാത്രം ഒരു പെർഫോമൻസ് എപ്പോഴും തരാറില്ല. എന്നാലും മെറ്റൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ അതിന്റെ ട്രെൻഡ് നോക്കൂ. ഇവിടെ പഴയൊരു ചാർട്ട് എടുത്ത് നോക്കി നമുക്ക് കാണാം. ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് കയറി പിന്നീട് ഇതുവരെ അത് പിന്നെ ജേണി നടത്തിയെന്ന് കാണാം. ഇത്ര മാത്രം അതിന്റെ ഒരു ജേണി ഉണ്ടായി. പിന്നെ ഇപ്പോൾ അവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ്. ഇനി മുന്നോട്ട് ഈ ഒരു ഏരിയയിൽ കുറച്ച് നാൾ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ജേണി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിലനിൽക്കുന്നിടത്തോളം ഈ സെക്ടർ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ബുള്ളിഷ് സെക്ടർ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ലോങ് ടൈം വ്യൂ നമുക്കത് ഒരു ബുള്ളിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വീക്കിലി നമ്മൾ നോക്കുമ്പോൾ കാണാം സെക്ടറിൽ കണ്ട ബുള്ളിഷ്നെസ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബുൾ മൂവ്മെന്റ് നമുക്ക് ഈ സെക്ടറിലും കാണാൻ പറ്റും. ഏത് സെക്ടർ ആണെങ്കിലും ഒരു സോൺ ക്രോസ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ IT സെക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഇത് വീക്കിലി ക്യാൻഡിലാണ്. IT സെക്ടർ ഇവിടുന്ന് കോവിഡിന് ശേഷം ഒരു റാലി തന്നു. പിന്നെ അവിടുന്ന് ഒരു കറക്ഷൻ വന്നു. വീണ്ടും ആ ഒരു സെയിം ഏരിയയിൽ വന്നിട്ട് അവിടുന്ന് വീണ്ടും റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു താഴെ വന്നു. ഇപ്പം അത് ക്രോസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പം IT സെക്ടറിൽ അടുത്തൊരു റാലിക്കുള്ള ഒരു സ്കോപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് ക്രോസ് ചെയ്തു, അതിനുശേഷം ഒരു പിന്നെ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇപ്പം ഡെയിലി ക്യാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ചാർട്ട് ഇങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്യുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, അതിനുശേഷം തിരിച്ചു വന്നു, വീണ്ടും
അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണ്. അതായത് ഇപ്പം ട്രെൻഡിങ് സെക്ടർ IT ആണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചിട്ട് IT-യിലെ എല്ലാ സ്റ്റോക്കിലും നമുക്ക് പോയിട്ട് എൻട്രി ഇല്ല. IT-യിലുള്ള ഇപ്പം ഈ ട്രെൻഡിങ് സെക്ടറിന് ആനുപാതികമായിട്ട് പല സ്റ്റോക്കിലും പെർഫോമൻസ് കാണാൻ പറ്റും. അപ്പോൾ അത്രയും സ്റ്റോക്ക് ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ ബൈ ചെയ്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, അത് അത്രയും സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജേർണി മുഴുവനും കിട്ടും. ഇപ്പോൾ IT-യിലുള്ള വലിയ നല്ല പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കണ്ടെത്തിയതിന് ശേഷം ആ സ്റ്റോക്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നതാണ്. ഈ IT സെക്ടറിൻ്റെ പെർഫോമൻസ് എപ്പോഴാണോ റിവേഴ്സൽ വരുന്നത് അതുവരെ ആ സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കിപ്പം നമ്മുടെ മുന്നിൽ ഇപ്പോൾ IT-യുടെ ഒരു സ്റ്റോക്ക് കണ്ടെത്തി, അതുപോലെ തന്നെ FMCG-യിലും നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് IT സെക്ടറിലെ സ്റ്റോക്കിനാണെന്ന് ഇതിൽ കൂടി നമുക്ക് വ്യക്തമാകും. കാരണം FMCG-യിൽ ഇപ്പോൾ കണ്ടില്ലേ 66,400 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് അവിടുന്ന് എത്ര പെർസെൻറ്റേജ് ഇപ്പം ഡ്രോപ്പ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം. ഹൈയിൽ നിന്നും ഏകദേശം 16% ഇടിഞ്ഞിരുന്നു. ഇപ്പം നിലവിൽ 15% ഇടിവാണ് രേഖപ്പെടുത്തി നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ETF ഒക്കെ നമുക്ക് ഓരോ ഡിപ്പിലും വാങ്ങുന്നതിൽ വലിയൊരു കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും നമുക്ക് എപ്പോഴാണ് റിവേഴ്സൽ എന്ന് അറിയില്ല. നല്ലൊരു പെർസെൻറ്റേജ് ഒരു ഡ്രോപ്പ്, നമുക്ക് 15% ഡ്രോപ്പ് ഇപ്പോൾ തന്നെ FMCG-യിൽ വന്നിട്ടുണ്ട്. FMCG ഒക്കെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു സെക്ടറാണ് ലോങ് ടൈമിലേക്ക്. ഇനിയിപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ ഫുഡ് മറ്റുള്ള സെക്ടറിന് അത്തരം കമ്പനികൾക്ക് എപ്പോഴും സ്കോപ്പ് ഉണ്ട്. അപ്പോൾ FMCG-യിലൊക്കെ ഇടിവ് വരുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഒരു സെക്ടറാണ്. ഇവിടെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഫർദർ ഫോൾ നമുക്ക് കാണാൻ പറ്റും. FMCG-യിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് താഴോട്ട് പോയേക്കാം. അപ്പോൾ ഈ സെക്ടർ ഇപ്പം ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു ലോ വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ വരണം അല്ലേ. അപ്പം ഈ നമുക്ക് എന്താ പറയുക, W പാറ്റേൺ എന്ന് പറയും. ഇങ്ങനെ ഒരു പാറ്റേൺ വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും താഴോട്ടും പതിയെ വരും, പിന്നെ ഇങ്ങനെ കയറി പോകും. ഇങ്ങനെയാണ് ഒരു റിവേഴ്സൽ വരിക. അപ്പം അഥവാ ഈ ഒരു റിവേഴ്സൽ നമുക്ക് വന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും താഴെ വന്ന് ഈ ഒരു മുകളിലോട്ട് കയറി ഇങ്ങനെ വരാം. ഈ ഒരു രീതിയിലും ഇതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുപോലെ ബാങ്കിങ് സെക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് സെക്ടറിലും ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇതിൻ്റെ ഹൈ വരെ ഇത് വരാനുള്ള സാധ്യത. പിന്നെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു അപ്പ് മൂവ്മെൻറ്റ് കാണാം. അതേപോലെ PSU ബാങ്ക് എടുക്കുകയാണെങ്കിൽ PSU സെക്ടറിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ബാങ്കിങ്ങിൽ PSU സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക് സെക്ടർ ബാങ്കാണ്. അതായത് ഗവൺമെൻറ് ബാങ്കുകളാണ്, മറ്റത് പ്രൈവറ്റ് ബാങ്കുകളാണ്. നിഫ്റ്റി ബാങ്കിൽ പ്രൈവറ്റ് ബാങ്കും പബ്ലിക് ബാങ്കും എല്ലാം ഉൾപ്പെടും. ഇത് PSU ബാങ്ക് എന്ന് പറയുമ്പോൾ പബ്ലിക് ബാങ്ക് മാത്രം ഉൾപ്പെടുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതിനകത്ത് നമുക്ക് വലിയൊരു റാലിയാണ് പബ്ലിക് സെക്ടർ ബാങ്കിൽ കാണാൻ സാധിച്ചത്. പൊതുവെ പബ്ലിക് സെക്ടർ പെർഫോമൻസ് സാധാരണ കുറവാണ് കാണാം. പക്ഷേ കുറേ കാലമായിട്ട് നല്ലൊരു റാലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2020 മുതൽ പബ്ലിക് സെക്ടർ ബാങ്കിൽ വലിയൊരു റാലി കഴിഞ്ഞു. അതിനുശേഷം ഒരു കറക്ഷൻ മോഡായിരുന്നു. പക്ഷെ അതിപ്പം തിരിച്ച് പതിയെ കയറുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ അടുത്ത ഒരു റാലിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. അപ്പം ഇതൊക്കെ മറ്റുള്ള സെക്ടർ പോലെ തന്നെയുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പം കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നിഫ്റ്റി IT ആണ് ഏറ്റവും കൂടുതൽ മൊമെൻറ്റം നൽകുന്ന ഒരു സെക്ടർ. അത് കഴിഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് ചെറിയൊരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതും ക്ലോസ് ചെയ്തിട്ടില്ല. ഇതും ബാങ്കിങ് സെക്ടറും നമുക്ക് ഒരേ ഒരു ഗണത്തിൽ ഒരു എന്താ പറയുക മോഡറേറ്റ് ബുള്ളിഷ്നെസ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. വളരെ ഷോർട്ട് പീരീഡിൽ ഇതൊക്കെ ബുള്ളിഷാണ്. നമുക്ക് ഒരു ലോങ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതൊന്നും ഒരു ബുള്ളിഷ് നമുക്ക് വരാൻ പറ്റില്ല. ലോങ് എന്ന് പറഞ്ഞാൽ ഒരു മിഡ് ടേം വ്യൂ നോക്കുകയാണെങ്കിൽ IT മാത്രമാണ് നമുക്ക് ഇപ്പം നല്ലൊരു ബുള്ളിഷായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫാർമയിലൊക്കെ ഒരു നെഗറ്റീവ്നെസ് ആണ് കാണുന്നത്. എന്നാൽ FMCG നമുക്ക് വളരെയധികം നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വാർത്തയുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം.